നമസ്കാരം. ലൈംഗിക പീഡന ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എംഎൽഎക്കെതിരായ നടപടികളെ പിന്തുണച്ച് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് സജ്ന ബി സാജൻ. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ, പക്ഷേ പാർട്ടി ഉണർന്നു തന്നെ പ്രവർത്തിക്കണം. തെരഞ്ഞെടുപ്പ് സമയമാണ്. പാർട്ടി നിലപാട് ജനം വീക്ഷിക്കുന്നുണ്ടെന്ന് സജ്ന ഫേസ്ബുക്ക് കുറിപ്പിൽ സൂചിപ്പിച്ചു. നിശബ്ദത ഒന്നിനും പരിഹാരമല്ല, പലതിനുമുള്ള പ്രോത്സാഹനമാണ്. നിസ്സഹായതയ്ക്ക് നേരെ കൈകൊടുക്കൽ തന്നെയാണ് മാന്യത. അതുതന്നെയാണ് കോൺഗ്രസ് നയവുമെന്നും സജ്ന സാജൻ കോൺഗ്രസ് നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നു. രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള വനിതാ നേതാക്കളടങ്ങുന്ന സംഘം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സജ്ന നേരത്തെ AICCക്ക് പരാതി നൽകിയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്കാണ് സജ്ന പരാതി നൽകിയിരുന്നത്. രാഹുലിനെതിരായ ആരോപണം പാർട്ടി അന്വേഷിക്കണമെന്നതായിരുന്നു സജ്നയുടെ ആവശ്യം. ദേശീയ തലത്തിലുള്ള വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും ആരോപണം ഉന്നയിച്ച യുവതികളെ കണ്ടെത്തി വിഷയം മനസ്സിലാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയും പിന്നീട് മാധ്യമങ്ങളിലൂടെയും സജ്ന രാഹുലിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. രാഹുലിനെതിരെ പാർട്ടിയിലെ ചില വനിതാ പ്രവർത്തകർക്കും ആരോപണമുണ്ടെന്നും രഹസ്യമായി തന്നോട് ഇക്കാര്യം പങ്കുവച്ചിട്ടുണ്ടെന്നുമായിരുന്നു സജ്ന പറഞ്ഞത്. രാഹുലിനെ സംരക്ഷിക്കുകയല്ല കോൺഗ്രസ് പ്രവർത്തകന്റെ ധർമ്മമെന്നും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ രാഹുൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും സജ്ന അഭിപ്രായപ്പെട്ടിരുന്നു. രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ തന്നാൽ KPCC അധ്യക്ഷന് പരാതി നൽകുമെന്നും സജ്ന പറഞ്ഞിരുന്നു. അതേസമയം വിഷയത്തിൽ സജ്നയുടെ മുൻപുള്ള ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: പാർട്ടി അടിയന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കണം. പടിയടച്ച് പിണ്ടം വെക്കണം. രാഹുൽ മാങ്കൂട്ടമല്ല, അദ്ദേഹത്തിൻ്റെ മനോനിലയാണ് പ്രശ്നം. ഞരമ്പൻ എന്ന നാടൻ ഭാഷ CPM സൈബർ സഖാക്കൾ പ്രയോഗിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഗതികേടിൽ കോൺഗ്രസ് പ്രവർത്തകർ പോകേണ്ട സമയമല്ല ഇത്. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണെങ്കിൽ ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ല. പാർട്ടി നടപടിയെടുത്താൽ എത്ര ഉന്നത നേതാവിൻ്റെ സംരക്ഷണമുണ്ടെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രമേ പിന്നീടുള്ള സംരക്ഷണ കാര്യം തീരുമാനിക്കാനാവൂ. ആർക്കാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ പരിശുദ്ധനാക്കിയേ മതിയാകൂ എന്ന ധൃതിയുള്ളത്? പെൺകുട്ടികളുടെ മാനത്തിനും വിലയുണ്ടെന്ന് നേതൃത്വം മനസ്സിലാക്കണം. നീതി എന്നുള്ളത് പീഡിപ്പിക്കുന്നവനല്ല, ഇരകൾക്കുള്ളതാണ്. ഗർഭചിത്രവും പീഡനങ്ങളും എല്ലാം മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നേതൃത്വത്തിനും എല്ലാവർക്കും മനസ്സിലായിട്ടും ആ കുട്ടികൾ പരാതി നൽകിയില്ല എന്ന് പറയുന്നത് അവരുടെ ആത്മാഭിമാനത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. അവർ പരാതി നൽകിയാൽ പാർട്ടിക്ക് എന്ത് ചെയ്യാനാകും? എൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തത് മാതൃകാപരമായ നടപടിയാണ്. അത് രാജിവെച്ചതല്ല, രാജിവെപ്പിച്ചതാണ്. മറ്റു കാര്യങ്ങൾ മാന്യതയോർത്ത് ഇപ്പോൾ പറയുന്നില്ല. ഇനിയും രമേശ് പിഷാരടിമാരും രാഹുൽ ഈശ്വർമാരും വരും. അവരോടും മറ്റൊന്നും പറയാനില്ല. സ്ത്രീപക്ഷം എന്നൊരു പക്ഷമുണ്ട്. തൻവിയും അനുശ്രീയും ഒക്കെ പണം വാങ്ങി ഏതെങ്കിലും പരിപാടികളിൽ ഗസ്റ്റായി പോകുന്നത് പോലെയല്ല പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ. സ്വല്പം ബുദ്ധിമുട്ടിയാണ് നമ്മളൊക്കെ ഇതിൽ നിൽക്കുന്നത്. പോലീസ് ലാത്തിചാർജും ജയിൽവാസവും സമരങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുമ്പോൾ റീൽസാക്കി ഇത് പോസ്റ്റ് ചെയ്യാൻ PR സംവിധാനങ്ങളും ഇല്ലാത്ത പട്ടിണി പാവങ്ങൾ ആയവരുമൊക്കെ ഈ പാർട്ടിയിലുണ്ട്. അതിൽ ആത്മാഭിമാനം പണയം വെക്കാത്ത നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടി പാർട്ടി ഇതുപോലുള്ള സൈക്കോപാത്തുകളെ പടിയടച്ച് പിണ്ടം വെച്ചേ മതിയാവുകയുള്ളൂ എന്നായിരുന്നു സജ്നയുടെ മുൻപത്തെ കുറിപ്പിൽ ഉള്ള വിമർശനം. നിശബ്ദത ഒന്നിനും പരിഹാരമല്ല, പലതിനുമുള്ള പ്രോത്സാഹനമാണ്. നിസ്സഹായതയ്ക്ക് നേരെ കൈകൊടുക്കൽ തന്നെയാണ് മാന്യത. അതുതന്നെയാണ് കോൺഗ്രസ് നയവുമെന്നും സജ്ന സാജൻ കോൺഗ്രസ് നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നു.